ഓക്കെ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ഒരു 10ാമത്തെ ചാപ്റ്റർ, ബിസിനസ് സ്റ്റഡീസിലെ 10ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ രണ്ട് തരത്തിലുള്ള ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, അതായത് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നും, അതുപോലെ തന്നെ പിന്നെ നമ്മൾ മണി മാർക്കറ്റ് എന്താണെന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നും, പിന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ധർമ്മം അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പണം വിനിയോഗിക്കലിൻ്റെ പരിണിത ഫലങ്ങളും, അല്ലെങ്കിൽ ഫിനാൻസ് ഉപയോഗിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഫിനാൻസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ എന്താണ് ധനകാര്യ വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഹരികൾ, കടപ്പത്രങ്ങൾ, ഗവൺമെൻറ് സെക്യൂരിറ്റികൾ മുതലായ സാമ്പത്തിക ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുള്ള വിപണിയെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുക. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. അല്ലെങ്കിൽ ലോങ് ടേം അസറ്റുകളുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റുകളുടെ അല്ലെങ്കിൽ സാമ്പത്തിക ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള ഒരു വിപണിയെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ധനകാര്യ വിപണി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ദ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റുകളുടെ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിനെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട് വിച്ച് ഡീൽസ് ഇൻ മോണിറ്ററി അസറ്റ്സ് ഹൂസ് പീരിയഡ് ഓഫ് മെച്യൂരിറ്റി ഈസ് അപ് ടു 1 year. അതായത് ഷോർട്ട് ടേം ഫണ്ടുകളുടെ ഡീലിങ്സുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിനെ നമ്മൾ മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് അതിൻ്റെ പീരീഡ് എന്നുള്ളത്, കാലാവധി എന്നുള്ളത് 1 വർഷമോ അതിൽ താഴെയോ കാലാവധിയുള്ള ഷോർട്ട് ടേം ഫണ്ടുകളുടെ മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തത് എന്തായിരുന്നു? ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് റെഫേഴ്സ് ടു ഫെസിലിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ത്രൂ വിച്ച് ലോങ് ടേം ഫണ്ട്സ് ബോത്ത് ഡെപ്റ്റ് ഇക്വിറ്റി ആർ റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. അതായത് ഡെപ്റ്റും ഇക്വിറ്റിയും സമാഹരിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയെയാണ് നമ്മൾ മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രാഥമിക വിപണി എന്നും ദ്വിതീയ വിപണി എന്നും. പ്രാഥമിക വിപണി അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്നും ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്നും രണ്ടാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ളതും പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള ഹ്രസ്വകാല ഫണ്ടുകളുടെ വിപണിയാണ് നമ്മൾ പണവിപണി അല്ലെങ്കിൽ മണി മാർക്കറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഉയർന്ന ലിക്വിഡിറ്റി ഉള്ളതും നഷ്ടസാധ്യത കുറഞ്ഞതും ഈടില്ലാത്തതുമായ ഹ്രസ്വകാല കട ഉപകരണങ്ങളുടെ വ്യാപാരമാണ് മണി മാർക്കറ്റിൽ നടക്കുന്നത്. ഇനി നമ്മൾ മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. ഡെപ്റ്റും ഇക്വിറ്റിയും സമാഹരിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയെയാണ് നമ്മൾ മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണിയെ നമുക്ക് പ്രാഥമിക വിപണി അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്നും ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്നും രണ്ടാക്കിയിട്ട് തിരിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പരീക്ഷയ്ക്ക് പലപ്പോഴായി ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ഭാഗമാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ പണവിപണിയിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. 5 തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റാണ് മണി മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ട് എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്, സാധാരണഗതിയിൽ വളരെയധികം ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 5 തരത്തിലാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളുള്ളത്. ഏതെല്ലാമാണ് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ട്രഷറി ബിൽസ്, സെക്കൻഡ് വൺ കൊമേഴ്സ്യൽ പേപ്പർ, തേർഡ് വൺ കോൾ മണി, ഫോർത്ത് വൺ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഫിഫ്ത്ത് വൺ കൊമേഴ്സ്യൽ ബിൽ. നമുക്കിത് ഓരോന്നിട്ട് നോക്കാം. ആദ്യത്തേത് ട്രഷറി ബില്ല്, രണ്ടാമത്തേത് കൊമേഴ്സ്യൽ പേപ്പർ അല്ലെങ്കിൽ വാണിജ്യപത്രം, മൂന്നാമത്തേത് കോൾ മണി, നാലാമത്തേത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അഞ്ചാമത്തേത് കൊമേഴ്സ്യൽ ബിൽ അല്ലെങ്കിൽ വാണിജ്യ ബില്ലുകൾ. ഇനി എന്താണിത് ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തേത് ട്രഷറി ബിൽ. ട്രഷറി ബിൽ എന്നുള്ളത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. എന്താണ് ട്രഷറി ബിൽ എന്ന് നോക്കാം. എ ട്രഷറി ബിൽ ഈസ് ബേസിക്കലി ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഷോർട്ട് ടേം ബോറോയിങ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മെച്ചുറിങ് ഇൻ ലെസ് ദാൻ 1 year. They are also known as zero coupon bonds. It is issued by RBI on behalf of central government to meet its short term requirement of funds.
They are issued in the form of a promissory note. They are issued at a price which is lower than their face value and repaid at par. These are available at a minimum amount of rupees 25,000 and in multiples thereof. ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI പുറപ്പെടുവിക്കുന്ന ഹ്രസ്വകാല വായ്പാ രേഖകളെയാണ് ട്രഷറി ബില്ലുകൾ എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി ബാങ്കുകളുടെ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന ഹ്രസ്വകാല വായ്പാ രേഖകളെയാണ് ട്രഷറി ബില്ലുകൾ എന്ന് പറയാം. ഇതിൻ്റെ കാലാവധി എന്നുള്ളത് 1 വർഷത്തിൽ താഴെയാണ്. 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ളതും കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്നതുമായ ഹ്രസ്വകാല വായ്പാ രേഖകളെയാണ് ട്രഷറി ബില്ലുകൾ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യ ഗവൺമെൻറ് ഹ്രസ്വകാലത്തേക്ക് RBIയിൽ നിന്നും എടുക്കുന്ന വായ്പാ രേഖയാണ് ട്രഷറി ബില്ല് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഖവിലയേക്കാൾ താഴ്ന്ന വിലയ്ക്ക് അത് ഇഷ്യൂ ചെയ്യുകയും മുഖവിലയ്ക്ക് തിരിച്ചെടുക്കുകയും ചെയ്യും. അതായത് ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യുകയും ഫേസ് വാല്യൂവിൽ അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇഷ്യൂ ചെയ്യുന്ന വിലയും തിരിച്ചെടുക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന വാക്കുകൊണ്ട് ചുരുക്കുന്നത്. അപ്പോൾ ട്രഷറി ബില്ലിലെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണോ ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നത്, എത്ര രൂപയ്ക്കാണോ അത് തിരിച്ചെടുക്കുന്നത് എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ അതിൻ്റെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ബില്ലിലെ ഡിസ്കൗണ്ട് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ട്രഷറി ബില്ലിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ അത് ട്രഷറി ബില്ലിൻ്റെ എമൗണ്ട് തുടങ്ങുന്നത് 25,000 രൂപയിൽ നിന്നാണ്. അപ്പോൾ 25,000 അതിൻ്റെ ഗുണിതങ്ങളുമായിട്ടാണ് ട്രഷറി ബില്ല് എന്നുള്ളത് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രഷറി ബില്ല് എന്നുള്ളത് 25,000 ആണെങ്കിൽ പിന്നീട് വരുന്ന അതിൻ്റെ ഗുണിതമായിട്ടുള്ള 50,000, അങ്ങനെ 25,000ത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് മാത്രമാണ് എവിടെ വരുന്നത്, ട്രഷറി ബില്ലിൽ സാധാരണഗതിയിൽ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ട്രഷറി ബില്ല് എന്ന് പറയുന്നത് ഒരു ഹ്രസ്വകാല വായ്പാ രേഖയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ട്രഷറി ബില്ല് പുറത്തിറക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന ഹ്രസ്വകാല വായ്പാ രേഖകളെയാണ് ട്രഷറി ബില്ലുകൾ എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ട്രഷറി ബില്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ താഴെയാണ് അതിൻ്റെ കാലാവധി. ഇന്ത്യ ഗവൺമെൻറ് ഹ്രസ്വകാലത്തേക്ക് എടുക്കുന്ന വായ്പാ രേഖയാണ് ട്രഷറി ബില്ല് എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ മുഖവിലയേക്കാൾ താഴ്ന്ന വിലയ്ക്ക്, മുഖവില എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഫേസ് വാല്യൂ, ആ ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ അത് തിരിച്ചടക്കേണ്ടത് മുഖവിലയിലായിരിക്കണം. മുഖവിലയിൽ തിരിച്ചടക്കുകയും വേണം. ഇഷ്യൂ ചെയ്യുന്നത് മുഖവിലയേക്കാൾ താഴ്ന്ന വിലയ്ക്കായിരിക്കും ചെയ്യും. അപ്പോൾ മുഖവിലയും ഇഷ്യൂ ചെയ്യുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ട്രഷറി ബില്ലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്കൗണ്ട് എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ 25,000 അതിൻ്റെ ഗുണിതങ്ങളോ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനോ ആയ എമൗണ്ടുകളിലാണ് ട്രഷറി ബില്ലുകൾ സാധാരണയായി ഇഷ്യൂ ചെയ്യുന്നത്. അതൊരു പ്രൊമിസറി നോട്ട് കൂടിയാണ്. രണ്ടാമത്തെ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്സ്യൽ പേപ്പർ അല്ലെങ്കിൽ വാണിജ്യ പത്രം എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ പേപ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. കൊമേഴ്സ്യൽ പേപ്പർ ഈസ് എ ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രൊമിസറി നോട്ട് negotiable and transferable by endorsement and delivery with a fixed maturity period. It usually has a maturity period of 15 days to 1 year. It is sold at a discount and redeemed at par. The original purpose of commercial paper was to provide short-term funds for seasonal and working capital needs. It is an alternative to bank borrowing for large companies that are generally considered to be financially strong. അപ്പോൾ എന്താണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് നോക്കാം. എൻഡോഴ്സ്മെൻറ്റും ഡെലിവറിയും വഴി കൈമാറ്റം ചെയ്യാവുന്ന നിശ്ചിത കാലാവധിയുള്ള ഈടില്ലാത്ത ഹ്രസ്വകാല പ്രൊമിസറി നോട്ടുകളെയാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എൻഡോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോഴ്സ് ചെയ്യുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊമിസറി നോട്ടിൻ്റെ പുറകുവശത്ത് പേരെഴുതി സൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എൻഡോഴ്സ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റും ഡെലിവറിയും ഇല്ലാതെ നേരിട്ട് കൈമാറ്റം ചെയ്യാവുന്ന നിശ്ചിത കാലാവധിയുള്ള ഈടില്ലാത്ത അൺസെക്യൂർഡ് ആണ്. ഇവിടെ എന്താ വെച്ചാൽ സെക്യൂരിറ്റി നമ്മൾ നൽകേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഹ്രസ്വകാല പ്രൊമിസറി നോട്ടുകളെയാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 15 ദിവസം മുതൽ 1 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി. 15 മുതൽ 1 വർഷം വരെ കാലാവധിയുള്ള എൻഡോഴ്സ്മെൻറ്റും ഡെലിവറിയും വഴി കൈമാറ്റം ചെയ്യാവുന്ന നിശ്ചിത കാലാവധിയുള്ള ഈടില്ലാത്ത ഹ്രസ്വകാല പ്രൊമിസറി നോട്ടുകളെയാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ പേരെഴുതി സൈൻ ചെയ്യുകയും ഡെലിവറിയും നടത്തണം. എന്നെങ്കിലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൈമാറ്റം ചെയ്യാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ചെക്ക് പോലെയാണ്. ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്കിൻ്റെ നമ്മൾ പേരെഴുതി പുറകുവശത്ത് പേരെഴുതി സൈൻ ചെയ്താൽ മാത്രമേ അത് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 15 മുതൽ 1 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. പിന്നെ
ട്രഷറി ബില്ല് പുറത്തിറക്കുന്നത് RBI ആണെങ്കിൽ കൊമേഴ്സ്യൽ പേപ്പറുകൾ പുറത്തിറക്കുന്നത് കമ്പനികളാണ് കൊമേഴ്സ്യൽ പേപ്പർ പുറത്തിറക്കുന്നത്. പിന്നെ ഈടില്ലാത്തത് കൊണ്ട് എല്ലാ കമ്പനികൾക്കും ഇത് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. പ്രശസ്തമായ കമ്പനികൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാർക്കറ്റിൽ ഏറ്റവും വാല്യൂ ഉള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ പ്രശസ്തമായ കമ്പനികൾക്ക് മാത്രമേ ഇത് ഇഷ്യൂ ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ വിപണി നിരക്കിനേക്കാൾ താഴ്ന്ന പലിശ മാത്രമാണ് കൊമേഴ്സ്യൽ പേപ്പറിന് ലഭിക്കുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ള വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്കാണ് ഈ കൊമേഴ്സ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ കമ്പനികൾ പുറത്തിറക്കുന്ന ഒരു രേഖയാണ്. വിപണി നിരയേക്കാൾ കുറഞ്ഞ നിലയ്ക്ക് മാത്രമേ അല്ലെങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് മാത്രമേ അതിൽ ലഭിക്കുകയുള്ളൂ. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ പലിശ മാത്രം ലഭിക്കുന്ന എൻഡോഴ്സ്മെൻറ്റും ഡെലിവറിയോടും കൂടെ കൈമാറ്റം ചെയ്യാവുന്ന ഹ്രസ്വകാല പ്രൊമിസറി നോട്ടുകളാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കാലാവധി എന്നുള്ളത് 15 മുതൽ 1 വർഷം വരെയാണ് അതിൻ്റെ കാലാവധി. കമ്പനികളാണ് ഈ രേഖ പുറത്തിറക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് കോൾ മണി. എന്താണ് കോൾ മണി എന്ന് നോക്കാം. കോൾ മണി ഈസ് എ ഷോർട്ട് ടേം ഫിനാൻസ് റീപേയബിൾ ഓൺ ഡിമാൻഡ് വിത്ത് എ മെച്യൂരിറ്റി പീരിയഡ് ഓഫ് 1 day to 15 days used for interbank transactions. Call money is a method by which banks borrow from each other to be able to maintain the cash reserve ratio. Commercial banks have to maintain a minimum cash balance known as cash reserve ratio. അപ്പോൾ എന്താണ് കോൾ മണി എന്ന് പറഞ്ഞാൽ നോക്കാം. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് കോൾ മണി എന്നുള്ളത്. ഒരു ദിവസം മുതൽ 15 ദിവസം വരെ കാലാവധിയുള്ള ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതുമായിട്ടുള്ള ഹ്രസ്വകാല പണത്തിനെയാണ് കോൾ മണി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോൾ മണി എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കാവുന്നതും ഒരു ദിവസം മുതൽ 15 ദിവസം വരെ കാലാവധിയുള്ളതും ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതുമായിട്ടുള്ള ഹ്രസ്വകാല പണത്തിനെയാണ് നമ്മൾ കോൾ മണി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR നിലനിർത്തുന്നതിന് പരസ്പരം വായ്പ എടുക്കുന്നതിന് ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കോൾ മണി എന്ന് പറയുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR നിലനിർത്തുന്നതിന് പരസ്പരം വായ്പ എടുക്കുന്നതിന് ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കോൾ മണി എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസിനെയാണ് നമ്മൾ CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം ബാലൻസ് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ബൈ ഈച്ച് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻ RBI. ഓരോ കൊമേഴ്സ്യൽ ബാങ്കുകളും RBIയിൽ നിക്ഷേപിക്കേണ്ട മിനിമം ബാലൻസിനെയാണ് നമ്മൾ CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോൾ മണിക്ക് കൊടുക്കേണ്ട പലിശയെ നമ്മൾ കോൾ റേറ്റ് എന്ന വാക്കുകൊണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോൾ മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾക്ക്, രണ്ട് ബാങ്കുകൾ തമ്മിലുള്ള പരസ്പരമുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ദിവസം മുതൽ 15 ദിവസം വരെ കാലാവധിയുള്ളതും ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതുമായിട്ടുള്ള ഹ്രസ്വകാല പണമാണ് കോൾ മണി എന്ന് പറയുന്നത്. ഒരു ദിവസം മുതൽ 15 ദിവസം വരെ കാലാവധിയുള്ളതും ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതുമായിട്ടുള്ള ഹ്രസ്വകാല പണത്തിനെയാണ് കോൾ മണി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR നിലനിർത്തുന്നതിന് വേണ്ടി പരസ്പരം വായ്പ എടുക്കുന്നതിനും ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കോൾ മണി എന്ന് പറയുന്നത്. CRR നിലനിർത്തുന്നതിന് വേണ്ടി പരസ്പരം വായ്പ എടുക്കുന്നതിനും CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ നിലനിർത്തുന്നതിനും പരസ്പരം വായ്പ എടുക്കുന്നതിനും വേണ്ടി ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കോൾ മണി എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസിനെയാണ് നമ്മൾ CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ ഇസ് ദ മിനിമം ബാലൻസ് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ബൈ ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻ RBI. കൊമേഴ്സ്യൽ ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസിനെയാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കോൾ മണിക്ക് കൊടുക്കേണ്ട പലിശയെ നമുക്ക് കോൾ റേറ്റ് എന്നും പറയാം. നാലാമത്തേത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് നോക്കാം. Certificate of Deposit or CD are unsecured negotiable short-term instruments in bearer form issued by commercial banks, development banks and financial institutions. They can be issued to individuals, corporations and companies during the periods of tight liquidity when the deposit growth is slow but the demand for credit is high. They help to mobilize a large amount of money for ഷോർട്ട് പീരിയഡ്സ്. അപ്പോൾ എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് നോക്കാം. വാണിജ്യ ബാങ്കുകളും മറ്റു വികസന ധനകാര്യ സ്ഥാപനങ്ങളും പുറത്തിറക്കുന്ന ഈടില്ലാത്ത കൈവശക്കാരന് ഉടമസ്ഥാവകാശം നൽകുന്ന ഹ്രസ്വകാല രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്.
കൊമേഴ്സ്യൽ ബാങ്കുകളും ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പുറത്തിറക്കുന്ന അൺസെക്യൂർഡ് പറഞ്ഞാൽ ഈടില്ലാത്തത്, കൈവശക്കാരൻ ആരാണോ കൈവശം വെക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം നൽകുന്നതുമായിട്ടുള്ള ഹ്രസ്വകാല രേഖയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ലിക്വിഡിറ്റി കുറവുള്ള സമയത്ത് വ്യക്തികൾക്കും കോർപ്പറേഷനുകൾക്കും കമ്പനികൾക്കും ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ലിക്വിഡിറ്റി കുറവുള്ള സമയത്ത്, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു അസറ്റിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രത്യേകതയാണ് അതിൻ്റെ ലിക്വിഡിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ലിക്വിഡിറ്റി കുറവുള്ള സമയത്ത് വ്യക്തികൾക്കും കോർപ്പറേഷനുകൾക്കും കമ്പനികൾക്കും ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 മാസം മുതൽ 1 വർഷം വരെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ കാലാവധി. 3 മന്ത് തൊട്ട് 1 ഇയർ വരെ, 3 മാസം മുതൽ 1 വർഷം വരെ കാലാവധിയുള്ള ഒന്നാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കാലാവധി പൂർത്തിയാകുമ്പോൾ കൈവശക്കാരന് ഇഷ്യൂ ചെയ്ത ബാങ്കിൽ നിന്നും ഇതിനെ പണമാക്കി മാറ്റാവുന്നതും ആണ്. ഇത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയും മുഖവിലയ്ക്ക് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടിയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് പുറത്തിറക്കുന്നത് വാണിജ്യ ബാങ്കുകളും വികസന ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. വാണിജ്യ ബാങ്കുകളും ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പുറത്തിറക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് അൺസെക്യൂർഡ് ആണെങ്കിൽ അതിന് ഈടില്ല. അതുപോലെ തന്നെ കൈവശക്കാരന് ഉടമസ്ഥാവകാശം നൽകുന്നതാണ്. ആരുടെ കയ്യിലാണോ അതിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഉടമസ്ഥാവകാശവും ലഭിക്കുകയും ചെയ്യുന്ന ഒരു ഹ്രസ്വകാല രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ലിക്വിഡിറ്റി കുറവുള്ള സമയത്ത് വ്യക്തികൾക്കും കോർപ്പറേഷനുകൾക്കും കമ്പനികൾക്കും ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. കാലാവധി എന്ന് പറയുന്നത് 3 മാസം മുതൽ 1 വർഷം വരെയാണ്. 3 മാസം മുതൽ 1 വർഷം വരെ കാലാവധി ഉള്ളതായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കൂടിയാണത്. ഇതിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ കൈവശക്കാരന് ഇഷ്യൂ ചെയ്ത ബാങ്കിൽ നിന്നും ഇതിനെ നമുക്ക് പണമാക്കി മാറ്റാൻ സാധിക്കും. ഏത് ബാങ്കിൽ നിന്നാണോ ഇത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ നിന്നും കൈവശക്കാരന് ഇതിനെ പണമാക്കി മാറ്റുകയും ചെയ്യാം. ഇഷ്യൂ ചെയ്ത ബാങ്കിൽ നിന്നും കാലാവധി പൂർത്തിയാകുന്ന സമയത്ത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനെ പണമാക്കി മാറ്റുകയും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയും മുഖവിലയ്ക്ക് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയും മുഖവിലയ്ക്ക് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ്. അടുത്ത 5-മത്തേത് കൊമേഴ്സ്യൽ ബിൽ അല്ലെങ്കിൽ വാണിജ്യ ബില്ലുകൾ എന്ന് പറയുന്നത്. 5-മത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്സ്യൽ ബിൽ അല്ലെങ്കിൽ വാണിജ്യ ബില്ലുകൾ എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ബില്ല് അല്ലെങ്കിൽ വാണിജ്യ ബില്ലുകൾ എന്താണെന്ന് നോക്കാം. കൊമേഴ്സ്യൽ ബിൽ ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് യൂസ്ഡ് ടു ഫിനാൻസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ബിസിനസ് ഫേംസ്. It is a short-term, negotiable, self-liquidating instrument which is used to finance the credit sales of the firms. When goods are sold on credit, the buyer becomes liable to make payment on a specific date in future. The seller could wait till the specified date or make the use of a bill of exchange. The seller of the goods draws the bill and the buyer accepts it. On being accepted, the bill becomes a marketable instrument and is called a trade bill. These bills can be discounted with banks if the seller needs funds before the bill matures. When a trade bill is accepted by a commercial bank, it is known as commercial bill. അപ്പോൾ എന്താണ് കൊമേഴ്സ്യൽ ബിൽ അല്ലെങ്കിൽ വാണിജ്യ ബില്ലുകൾ എന്ന് പറഞ്ഞാൽ നോക്കാം. ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിനിമയ ബില്ലാണ് കൊമേഴ്സ്യൽ ബിൽ അല്ലെങ്കിൽ വാണിജ്യ ബിൽ എന്ന് പറയുന്നത്. കടമായിട്ടുള്ള വിൽപ്പനയെ ഫിനാൻസ് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. കടത്തിലുള്ള വിൽപ്പനയെ ഫിനാൻസ് ചെയ്യുന്നതിനാണ് കൊമേഴ്സ്യൽ ബിൽ അല്ലെങ്കിൽ വാണിജ്യ ബില്ല് ഉപയോഗിക്കുന്നത്. കടമായിട്ട് സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനങ്ങൾ വിറ്റയാൾ ബില്ല് എഴുതുകയും വാങ്ങിയ ആൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. സാധനങ്ങൾ കടമായിട്ട് വിൽക്കുന്ന സമയത്ത് ആരാണോ വിറ്റെന്നുണ്ടെങ്കിൽ വിറ്റ ആൾ ബില്ല് എഴുതുകയും വാങ്ങിയ ആൾ ആ ബില്ലിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബില്ല് വിപണനം ചെയ്യാവുന്ന രേഖയാവുകയും ഇതിനെ ട്രേഡ് ബിൽ അല്ലെങ്കിൽ വ്യാപാര ബില്ലെന്ന് വിളിക്കുകയും ചെയ്യും. കാലാവധിക്ക് മുമ്പ് പണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബില്ല് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യിക്കാവുന്നതാണ്. കാലാവധിക്ക് മുമ്പ് പണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബില്ല് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യിക്കാം. വ്യാപാര ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു വാണിജ്യ ബാങ്കാണെങ്കിൽ അതിനെ നമ്മൾ വാണിജ്യ ബില്ല് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബില്ലെന്ന് പറയും. അപ്പോൾ എന്താണ് കൊമേഴ്സ്യൽ ബിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബില്ലാണ് കൊമേഴ്സ്യൽ ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ കടമായിട്ട് സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനങ്ങൾ കടമായി വിൽക്കുകയാണെങ്കിൽ വിറ്റയാൾ ബില്ല് എഴുതുകയും വാങ്ങിയ ആൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും.
ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബില്ല് വിപണനം ചെയ്യാവുന്ന രേഖയായി മാറും. അതിനെ നമ്മൾ ട്രേഡ് ബിൽ അല്ലെങ്കിൽ വ്യാപാര ബില്ലെന്ന് പറയും. കാലാവധിക്ക് മുമ്പ് പണം ആവശ്യമാണെങ്കിൽ ബില്ല് ബാങ്കിൽ കൊടുത്ത് അതിനെന്ത് ചെയ്യാം, പണമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ വ്യാപാര ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു വാണിജ്യ ബാങ്കാണെങ്കിൽ അതിനെ നമ്മൾ വാണിജ്യ ബില്ല് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബില്ലെന്നും പറയും. ഇതാണ് പ്രധാനപ്പെട്ട 5 തരത്തിലുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ട്രഷറി ബില്ല്, രണ്ടാമത്തേത് കൊമേഴ്സ്യൽ പേപ്പർ അല്ലെങ്കിൽ വാണിജ്യ പത്രങ്ങൾ, മൂന്നാമത്തേത് കോൾ മണി, നാലാമത്തേത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അഞ്ചാമത്തേത് കൊമേഴ്സ്യൽ ബിൽ അല്ലെങ്കിൽ വാണിജ്യ ബില്ലുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. മണി മാർക്കറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ് ഇന്ന് പറയുന്നുണ്ട്. അത് നോട്ടിൽ ഞാൻ 2 കോളായിട്ട് തരുന്നുണ്ട്. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും നമ്മൾ വ്യത്യാസം നോട്ടിൽ 2 കോളായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മണി മാർക്കറ്റ് എന്താണെന്നും പറഞ്ഞു, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മണി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ദ മേജർ പാർട്ടിസിപ്പൻസ് ഓഫ് മണി മാർക്കറ്റ്സ് ആർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പനീസ് എക്സെട്ര. അതായത് മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും മറ്റ് കമ്പനികളുമാണ്. ദ മേജർ പാർട്ടിസിപ്പൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, കമ്പനീസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അതായത് മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്: ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ബാങ്കുകൾ, കമ്പനികൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നിവയാണ് മൂലധന വിപണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ്. പണവിപണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ധനകാര്യ കമ്പനികളുമാണെങ്കിൽ മൂലധന വിപണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും കമ്പനികളും ഓഹരി വിപണികൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമാണ്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പണവിപണിയും മൂലധന വിപണിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ദ മേജർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രഷറി ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, കൊമേഴ്സ്യൽ പേപ്പർ, കോൾ മണി ആൻഡ് കൊമേഴ്സ്യൽ ബിൽ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ, പ്രധാനപ്പെട്ട മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ട്രഷറി ബില്ലുകൾ, രണ്ടാമത്തേത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, മൂന്നാമത്തേത് കൊമേഴ്സ്യൽ പേപ്പർ, നാലാമത്തേത് കോൾ മണി, അഞ്ചാമത്തേത് കൊമേഴ്സ്യൽ ബിൽ എന്നിവയാണ്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറഞ്ഞാലോ, മേജർ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഷെയർസ്, ഡിബഞ്ചേഴ്സ് എന്നിവയാണ്. ഓഹരികളും കടപ്പത്രങ്ങളുമാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ ട്രഷറി ബില്ലും കൊമേഴ്സ്യൽ പേപ്പറും കൊമേഴ്സ്യൽ ഡെപ്പോസിറ്റും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും കൊമേഴ്സ്യൽ ബില്ലുകളും കോൾ മണിയുമാകുമ്പോൾ മൂലധന വിപണിയിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് ഷെയറുകളും ഡിബഞ്ചറുകളുമാണ്. ഇനി മണി മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ മണി മാർക്കറ്റിലെ മൂല്യം അല്ലെങ്കിൽ ഷെയറിൻ്റെ അല്ലെങ്കിൽ ബില്ലുകളുടെ മൂല്യം എന്നുള്ളത് അവിടെ കൂടുതലായിരിക്കും. മൂലധന വിപണിയിലെ മൂല്യം എന്നുള്ളത് എന്തായിരിക്കും? കുറവായിരിക്കും. ഫേസ് വാല്യൂ ഇവിടെ കൂടുതലാണെങ്കിൽ മറ്റൊരുത്ത് ഫേസ് വാല്യൂ എന്നുള്ളത് കുറവായിരിക്കും. ഇനിയോ കാലാവധി എന്നുള്ളത് മണി മാർക്കറ്റിൻ്റെ കാലാവധി എന്നുള്ളത് പരമാവധി 1 വർഷം വരെ ആയിരിക്കും. 1 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റുകളും അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഏത് ഇൻസ്ട്രുമെൻറ്റ് നോക്കിയാലും ഇപ്പോൾ നമ്മൾ 5 ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞു, ഈ 5 ഇൻസ്ട്രുമെൻറ്റുകൾ ഏത് എടുത്ത് നോക്കിയാലും അതിൻ്റെ മാക്സിമം കാലാവധി എന്നുള്ളത് 1 വർഷം ആയിരിക്കും. മറ്റേതോ മൂലധന വിപണി എന്ന് പറഞ്ഞാൽ മധ്യകാല ദീർഘകാല രേഖകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിപണിയാണ് മൂലധന വിപണി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മണി മാർക്കറ്റിന് ഉയർന്ന ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒന്നാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മറ്റേതിനോ മൂലധന വിപണിയിലാണെങ്കിൽ താരതമ്യേന ലിക്വിഡിറ്റി എന്നുള്ളത് കുറവാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി എന്നുള്ളത് കുറവാണ്, മണി മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി എന്നുള്ളത് ഉയർന്നതാണ്. ഇനി മണി മാർക്കറ്റ് എന്നുള്ളത് ഹൈലി സെക്യൂർഡാണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് സുരക്ഷിതത്വം കൂടുതലാണ് മണി മാർക്കറ്റിന്. കാരണം എന്താ വെച്ചാൽ കാലാവധി മാക്സിമം 1 വർഷമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കൂടുതലാണ്. മൂലധന വിപണിയാവുന്ന സമയത്ത് നഷ്ടസാധ്യത കൂടുതലാണ്. അതിൻ്റെ രേഖകളുടെ കാലാവധി എന്നുള്ള ദീർഘകാലത്തേക്കായ കാരണം കൊണ്ട് തന്നെ അതിൻ്റെ നഷ്ടസാധ്യതയും കൂടുതലാണ്. ഇനി മണി മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ മണി മാർക്കറ്റിൽ വരുമാനം സ്വാഭാവികമായിട്ടും കുറവാണ്. കാരണം കാലാവധി 1 വർഷമായതുകൊണ്ട് തന്നെ അവിടെ വരുമാനം എന്നുള്ളത് ആ 1 വർഷത്തിൽ കിട്ടുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പണയം വയ്ക്കുന്ന സമയത്തോ കിട്ടുന്ന ഇൻകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റേതാണെങ്കിലോ മൂലധന വിപണിയാവുന്ന സമയത്ത് ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയായത് കാരണം കൊണ്ട് തന്നെ ദീർഘകാലത്തേക്കുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ വരുമാനം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ആയിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പണവിപണിയും മൂലധന വിപണിയും തമ്മിലുള്ള വ്യത്യാസം. പണവിപണിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും കമ്പനികളുമാണ് പാർട്ടിസിപ്പൻസ് എങ്കിൽ മൂലധന വിപണിയിലെ പാർട്ടിസിപ്പൻസ് എന്നുള്ളത് ധനകാര്യ സ്ഥാപനങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമാണ്. ഇനി പണവിപണിയിലെ പ്രധാനപ്പെട്ട രേഖകൾ എന്ന് പറയുന്നത് ട്രഷറി ബില്ലുകൾ,
അതുപോലെ തന്നെ അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ട് എന്നും പറയും. ട്രഷറി ബില്ലിൻ്റെ മറ്റൊരു പേരാണ് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ പേപ്പർ, കൊമേഴ്സ്യൽ ബില്ല്, കോൾ മണി എന്നിവയാണ്. മൂലധന വിപണിയിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് ഷെയറുകളും ഡിബഞ്ചറുകളുമാണ്, ഓഹരികളും കടപ്പത്രങ്ങളുമാണ്. പണവിപണിയുടെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ പണവിപണിക്ക് മൂല്യം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഫേസ് വാല്യൂ കൂടുതലായിരിക്കും. മൂലധന വിപണിക്ക് സ്വാഭാവികമായിട്ടും മൂല്യം എന്നുള്ളത് കുറവായിരിക്കും. ഇനി കാലാവധി എന്നുള്ളത്, പണവിപണിയുടെ കാലാവധി എന്നുള്ളത് മാക്സിമം 1 വർഷം വരെയായിരിക്കും. മൂലധന വിപണിയുടെ കാലാവധി എന്നുള്ളത് മധ്യകാല ദീർഘകാല രേഖകളുടെ കാലാവധിക്കനുസരിച്ചിരിക്കും. അത് സ്വാഭാവികമായിട്ടും 1 ഇയറിൽ കൂടുതലായിരിക്കും എന്തായാലും ഉണ്ടാവുക. ഇനി പണവിപണി എന്നുള്ളത് ഉയർന്ന ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഹൈ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ മൂലധന വിപണിയിലെ ലിക്വിഡിറ്റി എന്നുള്ളത് താരതമ്യേന കുറവാണ്. സുരക്ഷിതത്വം അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്നുള്ളത് കൂടുതൽ പണവിപണിയിലാണ്. കാരണം 1 ഇയറാണ് മാക്സിമം എക്സ്റ്റെൻഡ് ഉള്ളൂ. മൂലധന വിപണിയിലാണെങ്കിൽ നഷ്ടസാധ്യത കൂടുതലാണ്. പീരീഡ് കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നഷ്ടസാധ്യതയും കൂടുതലാണ്. ഇനി വരുമാനം എന്നുള്ളത് പണവിപണിയിൽ സ്വാഭാവികമായിട്ടും കുറവാണ്. മൂലധന വിപണിയിലാണെങ്കിൽ ഇൻകം എന്നുള്ളത് കൂടുതൽ ആണ്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി മാർക്കറ്റ് എന്താണെന്നും മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സുകൾ, 5 തരത്തിലുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ, അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, എല്ലാവരും വീഡിയോ കാണുക. താങ്ക്